എഡ്സ്പാർക്ക് ലേണിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ഫൈസൽ. അപ്പോൾ എല്ലാവരും പരീക്ഷയുടെ ചൂടിലാണല്ലേ? ഓക്കെ, ആ ഒരു ചൂടും എനർജിയും അങ്ങനെ കൂടിക്കൊണ്ടിരിക്കട്ടെ. ആ പരീക്ഷ കഴിയുന്നവരെ ആ ഒരു താല്പര്യമൊക്കെ ഉണ്ടാവട്ടെ അല്ലേ? എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായാൽ മതി. നമുക്ക് ഒരുപാട് മാർക്കൊന്നും വേണ്ട, നമ്മളൊന്ന് എലിജിബിലിറ്റി നേടിയെടുത്താൽ മതി അല്ലേ? അപ്പോൾ 150 എന്ന് പറയുന്ന ടാർഗറ്റിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും കുറച്ച് ചോദ്യങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് നോക്കുക. ഇതൊക്കെ മുൻകാല ചോദ്യങ്ങളാണ്. മുൻകാല ചോദ്യങ്ങൾ നമ്മൾ എപ്പോഴും വർക്കൗട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ. ശരി, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സുരേഷിനെ കുറിച്ച് സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും ഒരേ അഭിപ്രായമാണുള്ളത്. എന്താണ്? സത്യസന്ധനായ കുട്ടി. അങ്ങനെയാണെങ്കിൽ ആൽപോർട്ടിൻ്റെ ആ സിദ്ധാന്ത പ്രകാരം നമ്മൾ പേഴ്സണാലിറ്റി പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം എന്ന് പറയുന്നത് ഇത് ഏത് തരത്തിലുള്ള വ്യക്തിത്വ സവിശേഷതയാണ് എന്ന് പറയുകയാണെങ്കിൽ സുരേഷ് എന്ന കുട്ടിയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ആ സത്യസന്ധനായ കുട്ടിയല്ലേ അല്ലേ, അങ്ങനെ പറയില്ല നമ്മൾ. അപ്പോൾ അതിനെന്താണ് പറയുന്നത്? എന്താണ്? സോഴ്സ് ട്രൈറ്റ് എന്നാണോ, സെക്കൻഡറി, സെൻട്രൽ ട്രൈറ്റ്സ്, കാർഡിനൽ ട്രൈറ്റ്, ഏതാണ് പറയുന്നത്? അവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഏതാണ്? കാർഡിനൽ ട്രൈറ്റ് ആണ് കേട്ടോ. പ്രമുഖ സവിശേഷതകളാണ് വരുന്നത്. പ്രമുഖ സവിശേഷതകളാണ് വരുന്നത് കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ചില വ്യക്തികളെ നമ്മൾ പറയുമ്പോഴേ അവരുടെ ചില സ്വഭാവങ്ങളാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് മഹാത്മാഗാന്ധിജിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അഹിംസ എന്ന് പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് അഹിംസ എന്ന് പറയുന്നത്. സോ നമ്മൾ പറയുകയാണ് മദർ തെരേസ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പാവങ്ങളുടെ കണ്ണീരൊപ്പുന്ന അല്ലേ, അവരോട് കരുണ കാണിക്കുന്ന അങ്ങനെ ഒരു പിക്ചറാണ് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത്. ഇപ്പോൾ ചാർലി ചാപ്ലിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക? ഒരു കൊമേഡിയനാണ്, ആ രൂപത്തിലാണ് വരുന്നത്. സോ ഒരു വ്യക്തിയിൽ ഒരുപാട് സ്വഭാവ ഗുണങ്ങളും സവിശേഷതകളും ഒക്കെ ഉണ്ടാകും. പക്ഷേ പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് ഓടി വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതിനെയാണ് കാർഡിനൽ ട്രൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് ഒരു കണക്ട് ചെയ്യാൻ ഈ കാർഡിനൽ ട്രൈറ്റിനെ നമുക്കൊരു കാർഡിനൽ ട്രൈറ്റ് അല്ലേ, പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി നമുക്ക് കാറാക്കാം. കാറ് എന്താണ് കാറ് കൊണ്ടുള്ള ഉപയോഗം? ഞാൻ പറയും, കാറ് കൊണ്ട് നമുക്കിപ്പോൾ വീട്ടിൽ നല്ല ചൂടാണെങ്കിൽ കാറിൽ AC ഇട്ടിരിക്കാൻ പറ്റും. അതൊരു ഗുണമല്ലേ, ഉപകാരമല്ലേ? പിന്നെ വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ, അടുത്ത സ്ഥലത്തേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ ഡിക്കിയിൽ വെച്ച് സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. കാറ് കൊണ്ടുള്ളൊരു ഉപയോഗമല്ലേ അത്? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇതൊക്കെ കാറ് കൊണ്ടൊരു ഉപയോഗമാണ് എങ്കിലും കാറെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് ഇതൊന്നുമല്ല. എന്താ വരുന്നത്? എന്തിനാണ് കാറ് വാങ്ങുന്നത്? അതെ, ട്രിപ്പ് പോകാൻ, യാത്ര പോകാൻ. ഇതാണ് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത്. സോ അതാണ് കാർഡിനൽ ട്രൈറ്റ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയിൽ പല സ്വഭാവ ഗുണങ്ങളുണ്ടാവും. അയാൾ ചിലപ്പോൾ സത്യസന്ധനാകും, മറ്റുള്ളവരുടെ കരുണ കാണിക്കുന്ന ആളാവും, പങ്ക്ച്വാലിറ്റി ഉള്ള ആളാകും, ഒരുപാട് ഗുണം ഉണ്ടാകുന്നതായിരിക്കും. പക്ഷേ അയാളുടെ പേര് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ഓടി വരുന്നൊരു സ്വഭാവ ഗുണമുണ്ടല്ലോ, ഒരു ട്രൈറ്റ് ഉണ്ടല്ലോ, അതിനെയാണ് കാർഡിനൽ ട്രൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെ തന്നെ ഇവിടെ സുരേഷ് എന്ന കുട്ടിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അവർ അധ്യാപകരുടെയും ഫ്രണ്ട്സിൻ്റെയും മൈൻഡിലേക്ക് ഓടി വരുന്ന സത്യസന്ധനായ കുട്ടി. സോ ഇതെന്താണ്? കാർഡിനൽ ട്രൈറ്റ് ആണ് എന്ന് ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം, സ്പിയർമാൻ്റെ അഭിപ്രായത്തിൽ ഒരു കുട്ടി ഗണിതത്തിൽ നന്നായി ശോഭിക്കുവാൻ കാരണം അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ബുദ്ധിശക്തിയുടെ ഏതൊക്കെ ഘടകങ്ങൾ മൂലമാണ്? സ്പിയർമാൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ബുദ്ധിയുമായി ബന്ധപ്പെട്ട സിദ്ധാന്തമാണ്. ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട സിദ്ധാന്തമാണ്. സ്പിയർമാൻ മാത്രമല്ല ബുദ്ധി സിദ്ധാന്തം പറഞ്ഞിട്ടുള്ളത്, കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അവർ കൊണ്ടുവന്നുള്ള സിദ്ധാന്തത്തിൻ്റെ പേര് കണക്ട് ചെയ്ത് നമ്മൾ പഠിച്ചു വെച്ചു. ഇവിടെ സ്പിയർമാൻ എന്ന് കേൾക്കുമ്പോൾ ദ്വിഘടക സിദ്ധാന്തം ആണ് നമ്മുടെ മൈൻഡിലേക്ക് ഓർമ്മ വരേണ്ടത്. ദ്വിഘടക സിദ്ധാന്തം അഥവാ ടു ഫാക്ടർ തിയറിയാണ് വരുന്നത്. അപ്പോൾ ഈ 2 ഫാക്ടർ എന്ന് പറയുന്നത്, അദ്ദേഹം 2 ഘടകമാണ് ബുദ്ധിക്കുള്ളത് എന്ന് പറയുന്നത്. ഇവിടെ കുട്ടി ഗണിതത്തിൽ നന്നായി ക്ഷോഭിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? 2 ഘടകങ്ങളാണ്. ഏതൊക്കെയാണത്? ജനറൽ ആൻഡ് സ്പെസിഫിക് ഫാക്ടർ എന്ന് പറയും. സാമാന്യ ഘടകം അല്ലെങ്കിൽ വിശിഷ്ട ഘടകം, ജനറൽ അല്ലെങ്കിൽ സ്പെസിഫിക്. അപ്പോൾ G ഫാക്ടർ അല്ലെങ്കിൽ S ഫാക്ടർ, ഓക്കെ, GST എന്ന് വേണ്ടി കണക്ട് ചെയ്യാം നമുക്ക്. GST എന്നാൽ G എന്ന് പറയുന്നത്, കാരണം ഇവിടെ ആ ഫാക്ടറിൻ്റെ പേര് നമ്മൾ ഓടി വരുമ്പോൾ നമ്മൾ ലെറ്ററിന് ഒരു പറയുന്നത് G ആണ്, S ആണ്. ചിലപ്പോൾ ഓപ്ഷനിൽ H ഒക്കെ കൊടുക്കും. അപ്പം പല നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ നമുക്ക് ഓർത്ത് വെക്കാൻ GST എന്ന് ഓർക്കാം. GST. G എന്ന് പറഞ്ഞാൽ ജനറൽ, S എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്, T എന്ന് പറഞ്ഞാൽ 2 ഫാക്ടറിൻ്റെ T. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ജനറൽ ആൻഡ് സ്പെസിഫിക് ഫാക്ടർ എന്ന് പറയുന്നത്.
അടുത്തതിലേക്ക് പോകാലോ. ക്ലാസ്സിൽ ശരിയായ ഉത്തരം പറഞ്ഞ കുട്ടിക്ക് ടീച്ചർ ഒരു മിഠായി നൽകി. ഇവിടെ ടീച്ചർ പ്രാബല്യത്തിൽ വരുത്താൻ ശ്രമിച്ച പഠന നിയമം ഏതാണ്? ഉത്തരം പറഞ്ഞപ്പോഴല്ലേ കുട്ടി കിട്ടി, അതിൻ്റെ ഒരു ഫലം കിട്ടി അല്ലേ? കുട്ടിക്ക് അതിൻ്റെ ഒരു ഫലം കിട്ടി. ഏതാണ്? ലോ ഓഫ് ഇഫക്റ്റ് എന്നുള്ളതാണ്. ഫല നിയമമാണ് വരുന്നത്. ഇത് ഏത് തിയറിയുമായി ബന്ധപ്പെട്ടതാണ് ഈ ലോസ് പല തിയറികളും വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് ആറ്റിറ്റ്യൂഡ്, ലോ ഓഫ് ഇഫക്റ്റ് എന്ന് പറയുന്നത് തോൺടേക്കിന്റെ ട്രയൽ ആൻഡ് എറർ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ട്രയൽ ആൻഡ് എറർ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ലോസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് 3 വരുന്നത് ഏതാണ്? ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് ഇഫക്റ്റ് കേട്ടോ. ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് ഇഫക്റ്റ്, ലോ ഓഫ് എക്സസൈസ്. അതിൽ സബായിട്ട് വരുന്ന കുറച്ച് ലോസ് വേറെ ഉണ്ട്. അതിൽ പെട്ടതാണ് ഈ ലോ ഓഫ് ആറ്റിറ്റ്യൂഡ്, ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ് എന്നൊക്കെ പറയുന്നത്. സോ അത് ഓർത്ത് വെക്കുക, നമ്മുടെ തോൺടേക്കിന്റെ ട്രയൽ ആൻഡ് എറർ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകളിൽ പെടാത്തത് എന്താണ്? വൈകാരിക ബുദ്ധി മലയാളം പറഞ്ഞ ചില ആളുകൾക്ക് മനസ്സിലാവും, ചില ആളുകൾക്ക് ഇംഗ്ലീഷ് കേൾക്കണം. ഇമോഷണൽ ഇന്റലിജൻസ് ആരുടേതാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഗോൾമാൻ നമുക്കൊരു ഇമോഷൻ വന്നാൽ നമ്മൾ ഗോഡിനോടാ പറയുന്നത് അല്ലേ? അപ്പോൾ ഗോൾമാൻ്റെ ആണ് ഇമോഷണൽ ഇന്റലിജൻസ്. അതിന്റെ സവിശേഷതയിൽ പെടാത്തത് ഏതാണ്? സെൽഫ് അവയർനെസ്, അതുപോലെ എംപതി, സോഷ്യൽ സ്കിൽ, സെൽഫ് ആക്ച്വലൈസേഷൻ. ഏതാ വരുന്നത്? സെൽഫ് അവയർനെസ് വേണം, അത് വൈകാരിക ബുദ്ധിയുടെ പെട്ടതാണ്. അതുപോലെ എംപതി, സോഷ്യൽ സ്കില്ല് വേണം. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് ഇതിൽ പെട്ടതല്ല, അത് മാസ്ലോയുടെ തിയറിയിൽ വരുന്ന നീഡ്സിൽ പെട്ടതാണ്. എന്ത്? സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്ത ചോദ്യം, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ അനീഷ് എന്ന ആൺകുട്ടി തൻ്റെ കുട്ടിക്കാലത്ത് അമ്മയോട് തോന്നിയ തീവ്ര വികാരം എന്താണ്? അതായത് ചില കുട്ടികൾ നമുക്കറിയാം, പെൺകുട്ടികൾക്കാണെങ്കിൽ അച്ഛനോട് സ്നേഹം കൂടുതലായിരിക്കും, അതുപോലെ ആൺകുട്ടികൾക്കാണെങ്കിൽ അമ്മയോട് സ്നേഹമായിരിക്കും. അപ്പോൾ ആ ഒരു സംഭവത്തെ എന്ത് ടേം ഉപയോഗിച്ചിട്ടാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ ഓർത്തു വെക്കുക. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ആൺകുട്ടിക്ക് തൻ്റെ അമ്മയോട് തോന്നുന്ന സ്നേഹത്തെ എങ്ങനെ കണക്ട് ചെയ്ത് പറയാം? ഈഡിപ്പസ് കോംപ്ലക്സ് ആണോ, ഇലക്ട്ര കോംപ്ലക്സ് ആണോ? എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഈഡിപ്പസ് കോംപ്ലക്സ് ആണ് ആൺകുട്ടിക്ക് അമ്മയോട് തോന്നുന്ന ആ സ്നേഹത്തെ, വികാരത്തെ പറയുന്നത്. നേരെ മറിച്ച് പെൺകുട്ടിക്ക് അച്ഛനോടാണെങ്കിൽ ഇലക്ട്ര കോംപ്ലക്സ് എന്നാണ് പറയുന്നത്. ഈ സിദ്ധാന്തം, ഈ ടേംസ് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറിയിൽ വരുന്നതാണിത്, സിഗ്മണ്ട് ഫ്രോയിഡ്. ഓക്കെ. അടുത്ത ചോദ്യം, താഴെ പറയുന്നത് ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവനയാണ് അടുത്ത് പറയുന്നത്. ആന്തരിക അഭിപ്രേരണ അഥവാ ഇൻട്രൻസിക് മോട്ടിവേഷൻ അനുമോദനങ്ങൾ നിർബന്ധമാണ്. ഇൻട്രൻസിക് മോട്ടിവേഷൻ അനുമോദനങ്ങൾ നിർബന്ധമാണ്. 2 ബാഹ്യ അഭിപ്രേരണ അഥവാ എക്സ്റ്റൻസിക് മോട്ടിവേഷൻ അനുമോദനങ്ങൾ കൊണ്ട് നിലനിർത്താം. ഏതാ വരുന്നത്? നോക്കിയേ, ഇൻട്രൻസിക് മോട്ടിവേഷന് അനുമോദനങ്ങൾ നിർബന്ധമാണോ? ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം, എൻ്റെ താല്പര്യപ്രകാരം ചെയ്യുന്നതിന് മറ്റുള്ള ഒരാളുടെ അനുമോദനം വേണ്ട. ഇത് എൻ്റെ താല്പര്യമാണ്, എനിക്കൊരു സന്തോഷം പറയില്ല. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതിൽപ്പെട്ടതാണ് ഈ ഇൻട്രൻസിക് മോട്ടിവേഷൻ്റെ സംഭവങ്ങൾ എന്ന് പറയുന്നത്. അതിന് അനുമോദനങ്ങൾ വേണോ? നിർബന്ധമാണോ? വേണ്ട, തെറ്റാണ്. എന്നാൽ ബാഹ്യാഭിപ്രേരണ അഥവാ എക്സ്റ്റൻസിക് മോട്ടിവേഷന് അനുമോദനങ്ങൾ കൊണ്ട് നിലനിർത്താം, അത് ശരിയാണ്. അപ്പോൾ 2 മാത്രമാണ് ശരി. ഇവിടെ വരുന്ന ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും താഴെയുള്ളത് ഏത്? നമുക്കറിയാം മാസ്ലോയുടെ 5 നീഡ്സ് പഠിച്ചിരുന്നു. അതിൽ ഏറ്റവും താഴെ വരുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. പക്ഷേ ഇതിൽ ഫിസിയോളജിക്കൽ നീഡ്സ് ഇല്ല. കാരണം ഫാമിലി, സെൽഫ് എസ്റ്റീം, കോൺഫിഡൻസ്, സെൽഫ് ആക്ച്വലൈസേഷൻ, താഴെ വരുന്ന ഫിസിയോളജിക്കൽ നീഡ്സ് ഇല്ല. സോ എന്താണ്? അതുകൊണ്ട് ഇത് തെറ്റാണെന്ന് പറയാൻ പറ്റും? ഇല്ല. ചോദ്യം ഇതല്ല, ഇവിടെ താഴെയുള്ളതിലാണ്. ഈ താഴെ വരുന്നതിൽ ഏറ്റവും വരുന്നതാണ് ഫിസിയോളജിക്കൽ നീഡ്സ്. ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഉണ്ടാവുമല്ലോ, അത് കഴിഞ്ഞിട്ടുള്ള സേഫ്റ്റി അല്ലെങ്കിൽ ലവ് ആൻഡ് ബിലോങ്ങിങ് അല്ലേ? അല്ലെങ്കിൽ ഈ ഫിസിയോളജിക്കൽ നീഡ്സിൽ തന്നെ വരുന്നത് നമുക്ക് നോക്കാം. ആ പേരില്ലെങ്കിൽ ഈ ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്ന സംഭവത്തിൽ ഒരു മനുഷ്യന് അടിസ്ഥാനപരമായി ആവശ്യമുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതിൽ കുറേ സംഭവങ്ങൾ പറയുന്നത് ഫുഡ്, വാട്ടർ, അതുകൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. ആ സ്റ്റേജിന്റെ പേര് മാത്രമല്ല. ഓക്കെ. അതുപോലെ തന്നെ സേഫ്റ്റി നീഡ്സിൽ വരുന്ന ഭാഗങ്ങൾ, സേഫ്റ്റി നീഡ്സിൽ ഏതൊക്കെയാണ് ഒരു മനുഷ്യന് ആവശ്യമുള്ളത്, ലവ് ആൻഡ് ബിലോങ്ങിങ്ങിൽ ഏതൊക്കെയാണ് മനുഷ്യന് ആവശ്യമുള്ളത്, ഇത് ആ ഉള്ളിലുള്ള ഭാഗങ്ങൾ കൂടി പഠിച്ചു വെക്കണം. മാസ്ലോയുടെ തിയറിയിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മെത്തേഡ് വരുന്നുണ്ട്. നമ്മൾ ആ സാധാരണ ഹൈറാർക്കി പഠിക്കുമ്പോൾ ആ ഹൈറാർക്കിയുടെ പേര് മാത്രം പഠിച്ചു വെച്ചാൽ മതി. പക്ഷേ ഈ ഹൈറാർക്കിയുടെ പേരിനോടൊപ്പം തന്നെ ഉള്ളിൽ വരുന്ന പോയിന്റ്സുകളും പഠിച്ചു വെക്കണം. അപ്പോൾ ഇവിടെ വരുന്നത് ഫാമിലിയാണ് കേട്ടോ. ഫാമിലി,
സെൽഫ് എസ്റ്റീം, കോൺഫിഡൻസ് എന്നാണ്. പിന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ, ഫാമിലിയാണ് വരുന്നത്. കറക്റ്റ് എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ബ്രെയിൻ സ്റ്റോമിങ്ങിനെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ബ്രെയിൻ സ്റ്റോമിങ്ങിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരു പ്രശ്നം വരുമ്പോൾ ഒരുമിച്ച് കുറച്ച് ആളുകൾ ചേർന്നിരിക്കുന്ന സൊല്യൂഷൻ കണ്ടെത്തുന്നു. അതാണ് ബ്രെയിൻ സ്റ്റോമിങ്ങിൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇതേതാണ്? ഇതൊരു പ്രശ്നാധിഷ്ഠിത രീതിയാണ്. അതേപോലെ തന്നെ പ്രശ്നം സംബന്ധിച്ച എല്ലാതരം വീക്ഷണങ്ങളെയും സ്വാഗതം ചെയ്യപ്പെടുന്നു. അതേപോലെ തന്നെ വിദ്യാർത്ഥികളുടെ വ്യക്തിഗത പ്രകടനം ഇവിടെ എന്ത് ചെയ്യുന്നു? വിലയിരുത്തപ്പെടുന്നു. വിദ്യാർത്ഥികളുടെ ഭാവനാശക്തി വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. അപ്പോൾ ഓരോന്നോരോന്ന് വായിച്ചു നോക്കണം. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം വരുമ്പോൾ കുറച്ച് ഗ്രൂപ്പ്സ് ആയിട്ട് അതിന് പരിഹാര മാർഗം കണ്ടെത്തുക, അതിന് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് ചുരുക്കി പറഞ്ഞാൽ. ഇവിടെ എന്താണ്? ഒന്നാമത്തെ ശരിയാണ് അല്ലേ? അതൊരു പ്രോബ്ലം സെൻറ്റേർഡ് മെത്തേഡാണ്. ഒരു പ്രോബ്ലം വരുമ്പോഴാണല്ലോ ബ്രെയിൻ സ്റ്റോമിംഗ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ പ്രശ്നം സംബന്ധിച്ച എല്ലാത്തരം വീക്ഷണങ്ങളും സ്വാഗതം ചെയ്യപ്പെടുന്നു. ചെയ്യില്ലേ? ഓക്കെ, ഇന്ന വീക്ഷണങ്ങൾ മാത്രമല്ല, സ്വാഗതം ചെയ്യപ്പെടുന്നു. ദെൻ വിദ്യാർത്ഥികളുടെ വ്യക്തിഗത പ്രകടനം വിലയിരുത്താൻ പറ്റുമോ ഇവിടെ? ഇല്ല. വ്യക്തിഗത പ്രകടനം ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന സംഭവമാണ് അല്ലേ? സോ അത് തെറ്റാണ്. ഭാവനാശക്തി വർദ്ധിപ്പിക്കുന്നു, ശരിയാണ്. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം. ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിലുള്ള അടുപ്പം, അനിഷ്ടം, മറ്റ് വ്യക്തി എന്നിവ പഠിക്കാൻ അനുയോജ്യമായ മനഃശാസ്ത്ര രീതി. അതായത് ഗ്രൂപ്പിൽ തമ്മിലുള്ള അടുപ്പവും അനിഷ്ടവും പഠിക്കാൻ ഏതാണ്? പ്രൊജക്റ്റീവ് ടെക്നിക്സ് ആണോ, സോഷ്യോമെട്രി ആണോ, ഒബ്സർവേഷൻ ആണോ, ഫീൽഡ് സ്റ്റഡി ആണോ? നമുക്കറിയാം, സംശയമൊന്നുമില്ല, അതിനകത്ത് ഡൗട്ടൊന്നുമില്ല. സോഷ്യോമെട്രിക് ടെക്നിക്കാണ്. സാമൂഹിക നീതി എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അവിടെ ഒരു സാമൂഹികമായിട്ടുള്ള അയാളുടെ ബന്ധം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് സോഷ്യോമെട്രി അല്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾ എന്താ പറയുക? പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ, അയാൾ സ്റ്റാർ ആണ് അല്ലേ? ആ ഗ്രൂപ്പിലെ സ്റ്റാർ ആണ്. ഈ സ്റ്റാർ എന്ന് പറയുന്നത് അയാൾ ആ ഗ്രൂപ്പിലെ എല്ലാ ആളുകളും നിർദ്ദേശിക്കുന്ന ഒരു വ്യക്തി, ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യുന്നതെന്ന് പറയില്ലേ? നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആ വ്യക്തികളുമായിട്ട്, ആ കൂട്ടത്തിലുള്ള വ്യക്തികളുമായിട്ട് ചോദിക്കും, ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാൻ ആരോടാണ് ഇഷ്ടം എന്ന് ചോദിക്കും, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ അതിനെ മെൻഷൻ ചെയ്യുന്ന ആളാണ് സ്റ്റാർ എന്ന് പറയുന്നത്. ആരും മെൻഷൻ ചെയ്യാത്ത ആള് ഐസോലേറ്റഡ് എന്നാ പറയാ. ഐസോലേറ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരന് അത്ര സോഷ്യൽ ഇൻട്രാക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ആളുകൾ പുള്ളി എന്ത് ചെയ്തത്, മെൻഷൻ ചെയ്യാത്തത്. സോ പുള്ളി ഐസോലേറ്റഡ് എന്ന് പറയുന്നു, മറ്റാളെ സ്റ്റാർ എന്നും പറയുന്നു. അടുത്ത ചോദ്യം. ഇവിടെ പ്രൊജക്റ്റീവ് ടെക്നിക്കൽ അല്ലാത്തത്, പേഴ്സണാലിറ്റി അസസ്മെന്റ് പഠിച്ചപ്പോൾ തന്നെ നമ്മൾ പഠിച്ചിരുന്നു. പ്രൊജക്റ്റീവ് ടെക്നിക്സ്, സബ്ജക്റ്റീവ് മെത്തേഡ്, ഓബ്ജക്റ്റീവ് മെത്തേഡ് ഒക്കെ പഠിച്ചിരുന്നു. അത് പ്രൊജക്റ്റീവ് ടെക്നിക്സിൽ വരാത്തത് ഏതാണ്? റോഷ ഇങ്ക്ബോക് ടെസ്റ്റ്, തീമാറ്റിക്, വേർഡ് അസോസിയേഷൻ, ഐസങ് പേഴ്സണാലിറ്റി ഇൻവെൻട്രി. ഇതിൽ നമുക്കറിയാം, ആ കോഡ് കഥയിലൂടെ തന്നെ പോയി കഴിഞ്ഞാൽ റോഷ ഇങ്ക്ബോക് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പ്രൊജക്റ്റീവ് ടെക്നിക്കാണ്. അതുപോലെ തീമാറ്റിക്കും അങ്ങനെ തന്നെ, വേർഡ് അസോസിയേഷനും അങ്ങനെ തന്നെ. ഐസങ് പേഴ്സണാലിറ്റി ഇൻവെൻട്രി, ഇത് പേഴ്സണാലിറ്റി ഇൻവെൻട്രിയിലാണ് വരുന്നത്. അപ്പോൾ ഇത് എന്തല്ല, ഡി ഇതിനകത്ത് പെടുന്നതല്ല. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിരുന്നു. ഇനി ബാക്കി അടുത്ത വീഡിയോയിൽ അധികം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. കാരണം നമുക്കധികം സമയമില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് ആ ഒരു ടാർഗറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, എത്തണം. മാക്സിമം ഈ ഒരു അവസാന നിമിഷം നിങ്ങൾ എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് കൊണ്ടുപോകാം. മുൻകാല ചോദ്യങ്ങൾ നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. അതോടൊപ്പം തന്നെ സ്പെഷ്യലായിട്ടുള്ള ചില ടോപ്പിക്കുകൾ ഉണ്ടല്ലോ, പരീക്ഷ ഭവൻ്റെ ഇഷ്ടപ്പെട്ട ടോപ്പിക്കുകൾ, അത് കണ്ടെത്തി ആദ്യം നിങ്ങൾ റെഫർ ചെയ്ത് പോവുക. നിർബന്ധമായിട്ടും പരീക്ഷയ്ക്ക് മുമ്പ് നമ്മളൊന്ന് ശ്രദ്ധിച്ചു പോകേണ്ട കുറച്ച് ഭാഗങ്ങൾ കൂടിയുണ്ട്. അത് എല്ലാത്തിലും ഉണ്ട്, സൈക്കോളജി, മലയാളം, ഇംഗ്ലീഷ്, EVS ഒക്കെ ആയിരുന്നാലും. അപ്പോൾ അതിൻ്റെയൊക്കെ നമുക്ക് സമയം പോലെ ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ടാർഗറ്റ് ആക്കാം. അപ്പോൾ നിങ്ങളും കൂടെ പോകട്ടോ. എന്തായാലും ഇതിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. ആ വിശ്വാസത്താൽ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോയുമായി, പുതിയ ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.